ഹായ് ഓൾ. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 2-ാം തീയതി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ? സോ ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ഇനിയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാംസിനെ എടുത്ത് നോക്കുമ്പോൾ ഇനിയുള്ള ഒരു 45 to 50 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അയച്ച ഈ ആപ്ലിക്കേഷൻസ് എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് അതെല്ലാം അറേഞ്ച് ചെയ്യുക എന്നുള്ളതിനുള്ളൊരു ടൈമാണ് ഇനി വരുന്ന ഒരു 45-50 ദിവസം എന്ന് പറയുന്നത്. സോ അതിനുശേഷം തീർച്ചയായിട്ടും എക്സാമിൻ്റെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആകാനുള്ള ആ ഒരു ദൂരം നമ്മളുടെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ അതിലേക്ക് നടക്കുക എന്നുള്ളത് ഇനി എന്താക്കുക, ഓട്ടമാക്കി മാറ്റുക. കാരണം ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇനി സാധാരണ രീതിയിൽ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രീവിയസ് അനാലിസിസ് വെച്ച് നോക്കുവാണെങ്കിൽ 2022 ഫെബ്രുവരി മാസത്തിലാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടന്നത്. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് അനൗൺസ് ചെയ്തത് ഏപ്രിൽ മാസത്തിലും ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്തത് ജൂലൈയിലുമാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം, ഫെബ്രുവരിയിൽ നടന്ന എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ജൂലൈയിലാണ്. അപ്പം ഇത്രയും ഗ്യാപ്പിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഹൈക്കോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് നീങ്ങുന്നത്. സോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇനി പ്ലാൻ ചെയ്യാൻ. ഇനി വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തിനുള്ളൊരു സമയമല്ല, ഇനി വരുന്നത് സ്മാർട്ടായിട്ടുള്ള ഒരു പഠനത്തിനുള്ള സമയമാണ്. അത് എങ്ങനെ വേണം, ഏത് രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം നടക്കുന്നത് 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 ഒരു രീതിയിൽ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയാം അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം കടന്നു പോകുന്നത്. ഇതിൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കൂടെ തീർച്ചയായിട്ടും ഒരേ ദിവസം തന്നെയായിരിക്കും നടക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഉച്ചവരെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എക്സാമും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഡിസ്ക്രിപ്റ്റീവുമായിരിക്കും. അതിനുശേഷം അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ വിളിക്കുന്നത്. ഇൻ്റർവ്യൂവിനും കൂടെ ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് അവരിടുന്നത്. ഇതാണ് നമ്മളുടെ പാറ്റേൺ എന്ന് നമുക്കറിയാം. ഓൾറെഡി നിങ്ങൾക്ക് മാർക്കിൻ്റെ പാറ്റേണും മാർക്കിൻ്റെ സിസ്റ്റംസ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എന്ന് പറയുന്നത് എത്ര മാർക്കിനാണെന്ന് നിങ്ങൾക്കറിയാം. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതിൽ 50 ഇംഗ്ലീഷ്, 40 GK, 10 മാർക്ക് മാത്സ്, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിനുശേഷമുള്ള ഡിസ്ക്രിപ്റ്റീവിന് 60 മാർക്കാണ്. ആ ഡിസ്ക്രിപ്റ്റീവിലുള്ള ടോപ്പിക്സിനെ പറ്റി നമ്മൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ്. അതിനുശേഷം 10 മാർക്കുള്ള ഇൻ്റർവ്യൂ. ഇങ്ങനെ 100, 60, 10 അങ്ങനെ 170 മാർക്കിനാണ് ടോട്ടൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഇതിൽ കഴിഞ്ഞ വർഷത്തെ 2022 ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ടോട്ടലി കിട്ടിയത് 113 മാർക്കാണ്. 170-ൽ 113 മാർക്കാണ് ഫസ്റ്റ് റാങ്കുകാരന് കിട്ടിയത്. സോ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിന് കിട്ടിയത് 68.75 മാർക്കും, ഡിസ്ക്രിപ്റ്റീവിന് കിട്ടിയത് 38.5 മാർക്കും, ഇന്റർവ്യൂവിന് കിട്ടിയത് 7 മാർക്കുമാണ്. സോ അങ്ങനെ അതിനെ റൗണ്ട് ഓഫ് ചെയ്താണ് 113 മാർക്ക് ആക്കിയത്. സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്കും ടോട്ടൽ മാർക്ക് വരുന്നത് 113 തന്നെയാണ്. പക്ഷെ മാർക്കിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിന് 62.25ഉം ഡിസ്ക്രിപ്റ്റീവിന് 43ഉം അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് കിട്ടിയത് 7.5ഉമാണ്. തേർഡ് റാങ്കുകാരനും 113 മാർക്ക് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഒബ്ജക്റ്റീവിന് 62.75ഉം ഡിസ്ക്രിപ്റ്റീവിന് 43ഉം ഇന്റർവ്യൂവിന് കിട്ടിയത് 7 മാർക്കും. സോ ഈ 3 പേരുടെയും കൂടെ ഒരു അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനെയും ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. 4th റാങ്ക് കിട്ടിയ ആൾക്ക് ഇവരിൽ നിന്നും 1 മാർക്ക് കുറവേ ഉണ്ടായിരുന്നുള്ളൂ, 112. ഇതേപോലെ തന്നെയാണ് ഏകദേശം മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. സോ ഒബ്ജക്റ്റീവിന് മാത്രം ചിലർ ധരിക്കാറുണ്ട്, ഞാൻ ഒബ്ജക്റ്റീവിന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ക്രിപ്റ്റീവിന് അത്ര കിട്ടിയില്ലേലും കുഴപ്പമില്ല എന്നുള്ളത്. അതല്ല, ഒബ്ജക്റ്റീവ് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നോ അതേപോലെ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡിസ്ക്രിപ്റ്റീവിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ. ഇന്റർവ്യൂ ഓക്കെ, ഇന്റർവ്യൂ നമ്മളുടെ പെർഫോമൻസിനനുസരിച്ചാണ്. നിങ്ങൾ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് കാര്യങ്ങളെ, നിങ്ങളുടെ വേ ഓഫ് സ്റ്റൈൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റർവ്യൂവിൽ നോക്കുന്നത്.
നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കെല്ലാം ഒരു 6.5 മുതൽ മുകളിലേക്ക് തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിനെ പറ്റി ഓർത്ത് നിങ്ങൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണോ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ളൊരു പേപ്പറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ടെൻഷൻസിനും ഒക്കെ കാരണമായിട്ടുള്ളൊരു പേപ്പർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണെന്നറിയാം. കാരണം സാധാരണയായിട്ട് മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരെ എഴുതി ശീലിക്കാത്ത ഒരു കാര്യമാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിച്ചപ്പോൾ ഏതെങ്കിലും എസ്സേസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എസ്സേസിനെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുതാൻ പോകുന്ന കുട്ടികളെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിപ്റ്റീവ്. അങ്ങനെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കുറച്ച് ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ഒന്ന് കാര്യമായിട്ട് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഡിസ്ക്രിപ്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ. നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ 3 സെക്ഷനായിട്ട് തിരിച്ചാണ് നിങ്ങളോട് ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഒരു എസ്സേ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു പ്രൈസി ഉണ്ടാകും, ദെൻ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാകും. ഇത് 3ഉമാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ റീഡിംഗ് കോംപ്രിഹെൻഷന് പകരം അവർ ആഡ് ചെയ്തിരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ആ ലെറ്റർ റൈറ്റിംഗിന് പകരമാണ് ഇത്തവണ എന്ത് ആഡ് ചെയ്തിരിക്കുന്നത്? റീഡിംഗ് കോംപ്രിഹെൻഷൻ അഥവാ പാസേജ് കോംപ്രിഹെൻഷൻ എന്നുള്ള രീതിയിൽ ഒരെണ്ണം ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളതാണ് എന്താണ് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ളത്, അത് കൂടുതലും കറണ്ട് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയായിരിക്കും, ഒരു വലിയൊരു വിശദീകരണം തരും. അത് ചിലപ്പോൾ ഒരു പാരഗ്രാഫിലായിരിക്കാം, അല്ലെങ്കിൽ 1, 2, 3 പാരഗ്രാഫുകളിലായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 3, 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. സാധാരണ രീതിയിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് 4 ഓപ്ഷൻ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാസേജിൽ നിന്ന് ഇതിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കാണുന്ന എല്ലാ പാസേജസിലും വരുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ല തരുന്നത്. നോർമലി തരുന്നത് പോലെ ഒരു പാസേജ് തരും. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു 2, 3 മാക്സിമം 4 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാകും. എന്നിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ ഈ പാസേജിൽ നിന്ന് ഇതിന്റെ ആൻസർ ഉള്ള ഭാഗം ഐഡന്റിഫൈ ചെയ്തിട്ട് 1 വേർഡ് ആയിട്ടല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ 3 സെന്റൻസിൽ കവിയാണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ ആൻസർ എഴുതണം. അല്ലാതെ 4 ഓപ്ഷൻ തന്നിട്ട് ഒരിക്കലും അതിൽ നിന്ന് പിക്ക് ചെയ്യാനല്ല വരുന്നത്. സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സെന്റൻസിൽ കൂടാണ്ട് ഇതിന് ആൻസർ ചെയ്യണം. അതായത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാസേജിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യുവല്ല വേണ്ടത്. ആ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതിനെ നിങ്ങളുടെ വേർഡ്സിൽ മാക്സിമം എത്ര സെന്റൻസ് ആണെന്ന് ഓർത്തോളുക? 3 സെന്റൻസ്. 3 സെന്റൻസിൽ കവിയാണ്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾ ആദ്യം മുതലേ ഇപ്പോൾ തന്നെ പാസേജസിനെ നിങ്ങൾ സമീപിച്ചു തുടങ്ങുക, എഴുതി ശീലിച്ചു തുടങ്ങുക. കഴിവതും പാസേജസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ചെയ്തിട്ട്, അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വായനയ്ക്കുള്ള സമയം നമുക്ക് അവിടെ ഇല്ല. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ നിന്ന് ആൻസറിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള വേ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ക്ലിയർ ആകും. അടുത്ത നമ്മുടെ സെക്ഷനാണ് പ്രൈസി എന്ന് പറയുന്നത്. പ്രൈസി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് 1/3 ആയിട്ട് മാറ്റാനാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു പാസേജ് തരും. മോസ്റ്റ് പ്രോബബിളി ഒരു 150 വേർഡ്സ് ഒക്കെ വരുന്ന ഒരു പാസേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതിന്റെ 1/3 ആക്കുക എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്തറിയാം, ഒരു 50 വേർഡ്സിന്റെ അകത്ത് നമ്മുടെ പ്രൈസ് നിൽക്കണം. ഈ പ്രൈസിയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടത്, നിങ്ങൾ വളരെ ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ പ്രൈസിക്ക് കൊടുത്തിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ കട്ട് പേസ്റ്റ്, കോപ്പി പേസ്റ്റ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് നിങ്ങൾ ആ പാസേജ്, അതായത് പ്രൈസി എഴുതാൻ തന്നിരിക്കുന്ന പാസേജ് ഏതാണോ അത് വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസിനെ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുക, വളരെ ചുരുക്കി. ഇതാണ് പ്രൈസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആ പാസേജിലുള്ള ഒരു 3-4 സെന്റൻസിനെ അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യലല്ല. പിന്നെ
ഒരിക്കലും ആ പാസേജിൽ പറയാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ അവിടെ എഴുതേണ്ട കാര്യമില്ല. എന്താണോ പാസേജിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ പുതിയതായിട്ടുള്ള ഇതുമായിട്ട് റെലവന്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഫാക്ട്സും തിയറീസ് ഒക്കെ പറയുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഫാക്ട്സോ തിയറീസിനെയോ ഒന്നും ഒരിക്കലും നിങ്ങൾ പ്രൈസിയിൽ കൊണ്ടുവരരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തു വയ്ക്കുക, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആയ ഐ വി ഇവയിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പ്രൈസിയെ റെപ്രസെന്റ് ചെയ്യരുത്. ഒരിക്കലും ഫസ്റ്റ് പേഴ്സണിൽ ഇവയെ ഒരു സെന്റൻസ് പോലും പ്രൈസിയിൽ എഴുതരുത്. ഇത്രയുമാണ് നമുക്ക് പ്രൈസിയെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമ്മളുടെ എസ്സേ. എസ്സേ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 2 എസ്സേ ആണ്. 2 ഷോർട്ട് എസ്സേസ് എഴുതുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഈ പ്രാവശ്യം ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ എസ്സേ മാത്രമായിരിക്കാം. എനിവേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും. എസ്സേക്ക് കോമൺ ആയിട്ട് അവർ പറയുന്നത് 250 വേർഡ്സ് എന്നുള്ള ഒരു വേർഡ് ലിമിറ്റ് തരുന്നുണ്ട്. ഏകദേശം 250 വേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എണ്ണണ്ട ഇത് 250 വേർഡ് ഉണ്ടോന്ന്. ഏകദേശം നിൽക്കുക, ഒരു 265 വരെയൊക്കെ ആകാം, 240 മുതൽ ഒരു 265 വരെയൊക്കെ ആകാം. ഏകദേശം അതിനെ അറേഞ്ച് ചെയ്യുക. എപ്പോഴും എസ്സേ എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാകണം. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വായിക്കാനായിട്ട് ഇത് വായിക്കുന്നയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെയെങ്കിലും ഈ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണോ അതിനോട് റെലവൻ്റ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഫേമസ് കോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാവുന്നതാണ്. മാക്സിമം ഒരു 3 സെന്റൻസസ് അത്രയും മതി നമ്മളുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ കണ്ടന്റ് പാർട്ട്. കണ്ടന്റിൽ നിങ്ങൾ ഒരു 2 പാരഗ്രാഫ് ഒക്കെ ആയിട്ട് കണ്ടന്റിനെ നിങ്ങൾ ഒതുക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ട് കണ്ടന്റ് കൊടുക്കാം, ആർഗ്യുമെന്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഡിസഡ്വാൻറ്റേജും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. അല്ലാതെ അഡ്വാൻറ്റേജ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തരുത്. ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാകും, അതിന് അഡ്വാൻറ്റേജും ഉണ്ടാകും, ഡിസഡ്വാൻറ്റേജും ഉണ്ടാകും. ഇങ്ങനെ കണ്ടന്റിനെ കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് പാർട്ട് വരുന്നതാണ് ഏത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എപ്പോഴും കഴിവതും ഒരു സജഷനിൽ നിർത്താൻ നോക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി എസ്സേ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് വേർഡ് പവർ, അതായത് നിങ്ങളുടെ വൊക്കാബുലറി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ മുഴുവൻ അതിൻ്റെ അകത്ത് എഴുതി വെക്കുക എന്നുള്ളതല്ല ഒരു എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ നിങ്ങൾ ഈ വേർഡ് ലിമിറ്റിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് എസ്സേയിൽ നോക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവിനെ പറ്റി എടുത്തു പറയാനുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എസ്സേ എഴുതുമ്പോൾ ഒരിക്കലും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടി, അതായത് പൊളിറ്റിക്കൽ പാർട്ടികളുടെയോ പേര് മെൻഷൻ ചെയ്യരുത്. പലരുടെയും എസ്സേകളിൽ അങ്ങനെ കാണാറുണ്ട്. കാരണം നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് ആവേശം കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ പേര് ചേർത്ത് നമ്മൾ പറയും. ഒരിക്കലും ഒരു എസ്സേസിലും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയോ പൊളിറ്റിക്കൽ പാർട്ടീസിനെയോ പേഴ്സണലായിട്ട് മെൻഷൻ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവിനെ പറ്റി പറയാനുള്ളത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ റീഡിങ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം വരെ റീഡിങ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ കൃത്യമായി വായിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കുക, ഒരു നോട്ട് തയ്യാറാക്കുക. എന്നിട്ട് അതിനനുസരിച്ച്, കാരണം കറണ്ട് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മളുടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങളോട് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവിലെല്ലാം ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എഡിറ്റോറിയൽ നിന്ന് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്ത് പഠിക്കുക. ഓർക്കുക, ടുഡേ എ റീഡർ ടുമാറോ എ ലീഡർ എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റോറിയൽ വായന ഒരു ശീലമാക്കുക. പരീക്ഷ കഴിയുന്നത് വരെ കിട്ടുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച് അതിനെ ഒരു നോട്ടാക്കുക. എല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി എക്സാമിനെ സമീപിക്കുക. സോ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.